നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ്. ഹൃദയത്തിൻ്റെ ഭാഗം ഇവിടെയാണ്, കിഡ്നിയുടെ ഭാഗം അപ്പുറത്താണ്. ലിവർ ഭാഗം എന്ന് പറയുന്നത് ആ സൈഡിലായിട്ട് വരും ലിവർ ഭാഗം. ഇത് അല്ല, ലിവർ ഭാഗം അല്ല, അത് ലങ്സിൻ്റെ ഭാഗമാണ്. നോക്കൂ, അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലങ്സിൽ നിന്നും പോകുന്ന അത് കണ്ടോ, നോക്ക് അങ്ങോട്ട് തിരിച്ചു നോക്കി, അതുകൊണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ കുഴലിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് കൊച്ചി. അത് ലങ്സ് ഭാഗമാണ്. ഇനി അങ്ങനെ പല പല ഭാഗങ്ങളുണ്ട്. വയറ് അവിടെ ആയിട്ട് വരും, കൊച്ചിയുടെ വയർ ഭാഗം. ഇത് ഹൃദയഭാഗമാണ്, അതുകൊണ്ടാണ് തുടിക്കുന്നത്. ഹൃദയഭാഗം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ വണ്ടികൾ പോകുന്നത് വളരെ രസകരമായിട്ട് കാണാൻ പറ്റും. നോക്കൂ, വണ്ടികൾ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കണ്ടോ, വളരെ രസകരമായ കാഴ്ചയാണ്. ഇവിടുന്ന് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വരൂ നടന്നു വരും. ഇതിന് നടുക്കുകൊണ്ടെന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. കണ്ടോ, അടിപൊളിയല്ലേ? ഹായ്, എന്തിനാ അതൊന്നും കിട്ടുമോ? ഇത് കൊള്ളാലോ, കൊള്ളാം. ഇനി ഇങ്ങോട്ട് തിരിച്ചു വെക്കൂ, ഇങ്ങോട്ട് ഇതുവഴി നോക്കൂ. ഇതുവഴി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അങ്ങനെയാണോ പോകണ്ടേ? ഈ ഒരു അവസരത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെയുള്ള ട്രാഫിക്കുകൾ കാണുമ്പോൾ, കൊച്ചിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുമ്പോൾ, ഇങ്ങോട്ട് നീങ്ങി ഇന്ന് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഇങ്ങോട്ട് വന്ന് നിൽക്കൂ, ഇടതുവഴി നോക്കൂ. കണ്ടോ, കുറച്ചുകൂടി സൂം ചെയ്യൂ. കാരണം എന്നെ തള്ളി മാറ്റുന്നു. അത് കുറച്ചുകൂടി കുറയ്ക്കൂ. ഇത് കുറച്ചുകൂടി കൂട്ടൂ. ഇപ്പോൾ ഒരു ഭംഗിയുള്ളത് പോലെ തോന്നുന്നില്ലേ? ചിലർക്ക് തോന്നും, ചിലർക്ക് തോന്നത്തില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. സിന്ദൂര സന്ധ്യേ പറയൂ നീ. സിന്ധു അടി കൂടെ പോയെന്ന്. എല്ലാം അടി കൂടെ പോകുന്നേ ആണെന്ന്. ഈ ഒരു അവസരത്തിൽ ഈ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് ചിത്രയോട് ചോദിക്കാനുള്ളത്, ചിത്രയ്ക്ക് ഗ്രീഷ്മയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗ്രീഷ്മ ഒരു നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ഇച്ചിരി ഉടായ്പൊക്കെ ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ആ കൊച്ചു നല്ലായിരുന്നു അല്ലേ? ചെറിയൊരു ടൈപ്പ്, വളരെ ചെറിയൊരു ടൈപ്പ്. പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. മാനസാന്തരപ്പെടാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചെന്ന് പറഞ്ഞു കേട്ടു. ഇതേ അവസരങ്ങൾ ആ ഗോവിന്ദച്ചാമിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി കുറ്റവിമുക്തമായി പുറത്തിറങ്ങിയേനെ. തോന്നുന്നുണ്ടോ പെൺകുട്ടികൾക്ക് മാത്രം കുറച്ച് ഇച്ചിരി പ്രിവിലേജ് ഉണ്ട് എന്ന്? അങ്ങനെ ഇല്ല, പക്ഷെ പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചുമ്മാ ഓരോന്ന് കാണിക്കും, ഓരോന്നൊക്കെ ചുമ്മാ പ്രഹസനം. കാരണം പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് ഏതോ ഒരു 16 വയസ്സുകാരനെ 18 വയസ്സുകാരി, എത്ര വയസ്സുകാരിയാണ് പീഡിപ്പിച്ചത്? 19 വയസ്സുകാരി പീഡിപ്പിച്ച ഒരു വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ വളരെ കുറവായത് കൊണ്ട് അതല്ല, ആണുങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങള് പുറത്തേക്ക് അധികം അറിയുന്നില്ല. പക്ഷേ പെണ്ണുങ്ങള് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ, അത് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോ ഒക്കെ മൊത്തത്തിൽ എന്താ തോന്നാന്നറിയോ? പെൺകുട്ടികള് ഭയങ്കര തേപ്പുകാരികളാണ് എന്നുള്ള രീതിയിലാണ് തോന്നുക. അങ്ങനല്ല, ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾ ചെയ്യുന്നതാണ് കൂടുതൽ അറിയുന്നത്, പെൺകുട്ടികൾ ചെയ്യുന്നത് അറിയത്തില്ല. പലപ്പോഴും പിടിക്കപ്പെടുന്ന അവസരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പം തന്നെ അത് ആൺകുട്ടികളുടെ തലയിൽ ഇട്ടുകൊണ്ട് പല പെൺകുട്ടികളും രക്ഷപ്പെടുന്ന കാഴ്ചകൾ ഇവിടെ വളരെ സർവ്വസാധാരണമായി കണ്ടുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ഈ വണ്ടിയിൽ പോകുന്ന പലരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അവിഹിതങ്ങൾ ഇതിന്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടാവും അല്ലേ? കണ്ടോ, അങ്കിളുടെ കൂടെ ഇരിക്കുന്ന കണ്ടോ? അയ്യോ, അത് അച്ഛനാണോ? പള്ളി അച്ഛൻ്റെ കൂടെ ഒരു കന്യാസ്ത്രീ. അത് അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരുമിച്ച് പള്ളിയിൽ പോണം. നീ ഞായറാഴ്ചയല്ലേ? അതുകൊണ്ട് വന്നത്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയാവോ? അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞല്ലോ. നീ വേറൊരു വണ്ടിയിൽ അവിഹിതം, വേറൊരു വണ്ടിയിൽ പള്ളിയിൽ അച്ഛൻ, പോലീസ് ജീപ്പ് പോകുന്നു, ഓടിക്കോ, രക്ഷപ്പെട്ടോ എന്നൊക്കെ പറയാൻ പോകുന്ന പോലെ ഉള്ളൂ. അപ്പൊ ഈ ട്രാഫിക് പോലീസ് പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഞായറാഴ്ച ദിവസം ട്രാഫിക് പോലീസ് അവധിയാണ്, വേണേ കുഴപ്പമില്ല, അവിടെ പാർക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. വണ്ടി ഒന്നും ഇല്ലാത്ത സമയത്ത് നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചെടുത്ത് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്താന്ന് വെച്ചാ ഫോട്ടോ അവിടെ ആരും ഇല്ല,
അവിടെ ആരും ഇല്ല. പക്ഷെ എന്നാലും അവിടെ ബോർഡ് കണ്ടില്ല നീ. നമ്മള് പാർക്കിംഗ് ബോർഡിന്റെ മുന്നിലല്ല പാർക്ക് ചെയ്തത്, അതിന്റെ പുറയിലാ പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്യണമെന്ന് അവർ എഴുതി വെച്ചിട്ടില്ല, അവിടെ പാർക്ക് ചെയ്യരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, അതിന്റെ പുറകെ സ്ഥലമുണ്ട്. നീ കാണിച്ച തെറ്റാ. പോവാണോ? അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് ഇതുവഴി നടക്കാം. അവിടെ കുറെ ആൾക്കാർ വന്ന് വേറെ എന്തോ ഷൂട്ടിങ്ങിനാണെന്ന് തോന്നുന്നു. അവർ റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരവിടെ നിന്ന് റീൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഗ്രീഷ്മ. അപ്പോൾ ഗ്രീഷ്മ ഇങ്ങനെ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്നാണ്. അങ്ങനെ ആരെങ്കിലും കഷായം തന്നാ നീ കുടിക്കോ? ഇല്ല ഇല്ല. എന്തുകൊണ്ടാ കുടിക്കാത്ത? എനിക്ക് കഷായം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. വേറെ എന്തെങ്കിലും തരുവാണെങ്കിൽ ചിലപ്പോൾ പറയാ കുടിച്ചു പോകും. വേറെ എന്ത് തന്നാ നീ കുടിക്കും? അമ്പട കൊള്ളാമല്ലോ പിന്നെ. എന്താ കുടിക്കാൻ പറ്റുക? നിനക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് അറിയണ്ടേ? അതുകൊണ്ട് തരാൻ പറ്റൂ. അങ്ങനൊന്നും ഇല്ല. എനിക്ക് ദാഹിക്കുമ്പോ കുടിക്കും, വെള്ളം കുടിക്കും, ചായ കുടിക്കും, ജ്യൂസ് കുടിക്കത്തില്ല, നാരങ്ങ വെള്ളം എന്ത് കുടിക്കുകയാണെങ്കിലും വിത്തൗട്ട് ഒക്കെ കൊടുക്കുക. കാരണം ഞാൻ സോഡാലയം കുടിക്കുന്ന ചാകാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം സമാധി ആയില്ലേ സ്വാമി പോലും സമാധി ആവുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാൾ ഇൻസുലിൻ കുത്തിവെച്ച്. അപ്പൊ നീ മരിക്കുവാണെന്ന് അറിഞ്ഞാലും നീ എന്ത് ചെയ്യാ? വിത്തൗട്ട് കുടിക്കുക. മനസ്സിലാവുണ്ടോ? അതെ ഡെഡിക്കേഷൻ അത് തന്നെ, അങ്ങനെ വേണം. അല്ലാതെ ആ ഒരു ഇൻസുലിനെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ. അതല്ല, എനിക്കറിയാൻ മേലാത്തതല്ല. ഇത്രയും വലിയ പരിപാടി നടത്താൻ പോകുന്നതിനും എന്തിനാ ഈ മരുന്ന് കഴിക്കുന്നത് അല്ലേ? അയാൾ അത്ര മരുന്ന് കഴിച്ച് അത് നാണക്കേടായി പോയി. ഇനി അയാളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിനി അത് യൂസ്ലെസ് ആയിപ്പോയി. അത് കഴിഞ്ഞ് സമാധി പൊളിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത സമാധി ആദ്യമായിട്ടാണ്. സത്യന്നൊക്കെ എന്തോ വലിയ പേരുള്ള സ്വാമികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ തിരുവടിയോ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുറെ പേരുള്ള ഈ നമ്മുടെ മറ്റേ ഇതിനകത്ത് ചോദിക്കൂലേ? അയ്യോ പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ശിവ ഇല്ല ശിവമയം എന്താ മറ്റേ ഇതിനകത്ത് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോ ഏത് ത്രീ കിങ്സ് സിനിമയിൽ ചോദിക്കൂലേ? രാജശേഖര റെഡ്ഡി. അങ്ങനെ പറഞ്ഞ് പിന്നെ ലെങ്ത് കൂടി 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 പോവും ആ പേരിന്റെ. അതുപോലൊരു പേരുള്ളൊരു സ്വാമിയൊക്കെ അത് കൊള്ളാം. ഞാനതൊന്നും അറിഞ്ഞില്ല, ഉള്ള കാര്യം പറയാലോ. അതിനെ പറ്റി അത്രയൊന്നും അറിയത്തില്ല. പക്ഷേ ഗ്രീഷ്മ എന്ന പെൺകുട്ടി, അവൾക്ക് അങ്ങനെ കൊല്ലാനുണ്ടായ കാരണം എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ അയാളെ മടുത്ത് കാണും. എനിക്ക് ഇതിനകത്ത് മനസ്സിലായ എന്താന്ന് വെച്ചാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് ഏതൊരു പട്ടാളക്കാരൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഈ ആൾക്ക് വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്റ്റുഡൻ്റ് എങ്ങാണ്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഗ്രീഷ്മ അങ്ങനെ ചെയ്തത്. പക്ഷേ അത് തെണ്ടിത്തരായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞ് സെറ്റാക്കി ഒന്ന് ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി മര്യാദ ഉണ്ടായിരുന്നേ. ഇതിങ്ങനെയൊക്കെ കലക്കി കൊടുത്തിട്ടും ആ പെണ്ണ് പറയണ കേൾക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ? അവള് കൊള്ളാം കേട്ടോ. അവള് മിടുക്കി തന്നെയാണ്. പഠിക്കാൻ മാത്രമല്ല അവള് മിടുക്കി, അവൾ കൊല്ലാനും മിടുക്കിയാണെന്നാണ് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. കൊല്ലാൻ മാത്രമല്ല, അത് വളരെ കൃത്യമായിട്ട് കുറച്ച് സമയമെടുത്ത് ഇഞ്ചിഞ്ചായി കൊല്ലാൻ. എടാ ഇങ്ങോട്ട് നീങ്ങുന്നേ, ക്യാമറയുടെ ഭാഗത്ത് പെടരുത്. ഇഞ്ചിഞ്ചായി കൊല്ലാൻ മാത്രം കഴിവുള്ള ഒരു പെൺകുട്ടി, നല്ല പെൺകുട്ടിയായിരുന്നു. ഭയങ്കര നല്ലൊരു പെൺകുട്ടിയാണ് പോയത്. കുട്ടിക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാലോ? അവൾ ഇവിടെയും കൊട പിടിച്ച് നടക്കണത്. അത് കൊട എത്ര നേരത്തേക്ക് മടക്കിയിട്ട് അത് കിടക്കുന്ന എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പൊ വന്ന പെങ്കൊച്ച് ന്യായീകരിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനൊന്നും ഇല്ല. നല്ല കൊച്ചല്ലേ, ചാടി ചാടി പോകുന്നുണ്ടോ കൊച്ച്? അത് സ്റ്റെപ്പ് ഇറങ്ങുന്ന പ്രത്യേക സ്റ്റൈലാണ്. കണ്ടോണേ, കാണിച്ചു തരാൻ പറ്റത്തില്ല, അല്ലേ കാണിക്കാന്ന്. ചാടിച്ചാടാ ആ കൊച്ചിട്ട് അവിടെ ചെന്നിട്ട് കുട മുടക്കി. അപ്പൊ കുടയിൽ എന്തോ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ട് കുട മുടക്കിട അവള്. ഓ ഇല്ല, അത് എന്നാ പറയാ, അവിടെ നിൽക്കുന്നത് അവിടെ ബസ് സ്റ്റോപ്പാ. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറാൻ അവിടെ അങ്ങ് നിന്നേ ഉള്ളൂ. നമുക്ക് വേണം അതുവഴി നടന്ന് ഇറങ്ങിപ്പോയി കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ചിട്ട് പോവാ. മറ്റേ ഇത് പറയില്ലേ, എന്റെ മാമന്റെ മോളാ മീൻ ഉണക്ക മീൻ മേടിക്കാൻ പോയതാ, ലോറി ഇടിച്ച് ചത്തുപോയി. അതുപോലത്തെ എവിടെ നിന്ന് കിട്ടുന്നടേ ഇതൊക്കെ? അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം പ്രശ്നം. ഈ ഗ്രീഷ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നേ. കാരണം ഒരാൾക്ക് അങ്ങനെ നോർമലി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരിക്കലും പറ്റാത്തൊരു കാര്യം അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അബ്നോർമലാണ്. മനസ്സിലായില്ലേ? ഇവിടെ ആ രീതിക്കല്ല കാര്യങ്ങൾ. ഇവിടെ ഒരു ഭയങ്കര ക്രിമിനലിനെ പോലെ, ക്രിമിനൽസ് എല്ലാം അബ്നോർമലാണ്. ഇവർക്കെല്ലാം വേണ്ട ചികിത്സയാണ്. അത് ഒരു 5-6 വർഷമൊക്കെ അടച്ചിട്ട് ഇവരുടെ ഈ ടെൻഡൻസി കുറഞ്ഞെന്ന് ഉറപ്പ് വരുത്താൻ പുറത്തു ഇറക്കാൻ പറ്റത്തില്ല.
അല്ല ഇനിയിപ്പൊ പുറത്തിറക്കിയിട്ട് എന്താ കാര്യം? അവര് പറയണത് ജീവപര്യന്തം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവര് പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് ജീവിച്ചോളാന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവില്ല എങ്ങനെ. ഒന്നില്ലെങ്കിൽ ഇവിടെ നിക്കരുത്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് എത്ര കൊലപാതകം നടത്തിയാലും വേണം വേറെ എവിടെയും പോയി ജീവിക്കാം. ഏതാണ് ഇത്ര ധൈര്യത്തിൽ പോകും? നിനക്കുണ്ടാ ധൈര്യം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ തയ്യാറാണ്. എല്ലാം ഞങ്ങളുടെ ആറാട്ടെണ്ണം വരും. ആറാട്ടനോട് ചോദിക്കേണ്ട ചോദ്യം ഇത്. അത് തന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കഷണ്ടാ നല്ല കുട്ടിയാണോ? ആ പയ്യൻ അവനെന്താ അവൻ്റെ പേര്? ഷാരോൺ ശരിയല്ല. ഷാരോൺ ചെയ്ത് തെറ്റാണോ? ഷാരോണ് ലാഗ് ഉണ്ടായിരുന്നോ വിഷം കൊടുത്തപ്പോൾ? പെട്ടെന്ന് മരിച്ചില്ല, അതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് വീണ്ടും കൊടുക്കേണ്ടി വന്നോ? ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ? അങ്ങനെയൊക്കെയോ? എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ എന്ത് പറയാനാ? അല്ല, നിനക്കിപ്പോൾ ഒരു കാമുകനുണ്ട്, അപ്പോൾ അയാൾ നിന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നീ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എങ്ങനെ വിട്ടിട്ട് പോണ സാഹചര്യം? നിനക്ക് വേറെ കല്യാണം കഴിക്കണമെന്നോ അല്ലെ ഇയാളെ ഉപേക്ഷിക്കണമെന്നോ തോന്നിയാൽ? എനിക്കോ? പറഞ്ഞ് വേറെ എനിക്ക് അയാളായിട്ട് ഒട്ടും സിങ്ക് ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. എനിക്കിതിനെ തുടരാൻ താല്പര്യമില്ല, നമുക്ക് ഇല്ലാണ്ട് ഇതുപോലെയൊക്കെ കഷായം കൊടുത്തിട്ട് എനിക്ക് പോയി ജയിലിൽ കിടക്കാനൊന്നും ഒരു താല്പര്യമില്ല. അത് ആ കൊച്ചു എങ്ങനെയായിരിക്കാം? നീ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചൊരു മനുഷ്യ സ്ത്രീ അല്ലേ? ഞാനിവിടെ ജീവിച്ചൊരു മനുഷ്യ പുരുഷനല്ലേ? നമ്മൾക്ക് ആർക്കും ഇങ്ങനൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇയാൾക്ക് മാത്രം അങ്ങനെ തോന്നലാണ്. നീ തന്നെ പറഞ്ഞില്ലേ നേരത്തെ, അവർ അബ്നോർമലാണ്. അവർക്ക് അത് എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്നറിയോ? ഈ റേപ്പ് ചെയ്യണ ആൾക്കാർ, കൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് അറിഞ്ഞൂടെ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പോലീസ് പിടിക്കും, കുറ്റം തെളിയിക്കും, ഇവര് നാണം കെടും, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടവരും ശിക്ഷിക്കപ്പെടും എന്നൊക്കെ തോന്നലില്ലേ? ആ സമയത്ത് എന്താ ഇവർക്ക് തോന്നുന്നത്? അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനം കൊണ്ടങ്ങ് ചെയ്തു പോകുന്ന, ഇവരെ മുൻകൂട്ടി അറിയിക്കാനൊന്നും പറ്റത്തില്ല. കിടന്ന് കാണിക്കുന്ന ഓരോ കാട്ടായങ്ങളൊക്കെ കാണുമ്പോഴേക്കേ നമുക്കൊന്നും പറ്റില്ല. ആർക്കും പറ്റത്തില്ല. ഇങ്ങനെ അത് എത്ര സമയം എടുത്താ കൊന്നത്? കഷായം കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, എല്ലാം കൊടുത്ത് അവൻ എന്നിട്ട് ചാവാറായപ്പോൾ അവൻ വിളിക്കുമ്പോൾ പറയുന്ന കള്ളത്തരോ, അവനെ കൊല്ലാൻ തന്നെ അല്ലേ? അവസാന നിമിഷം പോലും അവനെ രക്ഷപ്പെടുത്താൻ നമുക്ക് തോന്നിയില്ലെന്ന് പറയുന്നത് എന്ത് സാധനമായിരിക്കും? ഇത്രയും നാൾ സ്നേഹിച്ചിരുന്ന ഒരാളല്ലേ, അത്രയും ഒരു സ്നേഹമൊക്കെ കിട്ടി, അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഇങ്ങനെ കൊല്ലാൻ തോന്നുന്നതെന്നുള്ളതാണ്. അത് ശരിയാ കേട്ടോ. അപ്പൊ അവക്ക് അവനോട് സ്നേഹമൊന്നും ഉണ്ടായി കാണത്തില്ലേ? അവിടെ തൊട്ടേ അപ്പൊ ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ബെറ്റർ ഓപ്ഷൻ ഒക്കെ, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയാ കുറച്ച് പണമൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് വേണം എന്നുണ്ടെങ്കിൽ അവരാദ്യമേ തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നോക്കാം. എന്താ പറയാ, അവിടെ നിന്ന് കാറ്റടിക്കുമ്പോൾ ചിത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മുടി ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ മുടി ഉണ്ടായിരുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ചിത്രം ഒന്ന് ക്ലോസപ്പിൽ എടുക്കൂ കുറച്ച് നേരത്തേക്ക്. അവിടെ നിൽക്കൂ, നോക്കട്ടെ. കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി ഒന്ന് മാറ്റിക്ക്. ഇല്ല അങ്ങനൊന്നുമില്ല. അവിടെ നിൽക്കുക, അനങ്ങാതെ നിൽക്ക്. ഞങ്ങൾക്ക് സ്ലോ മോഷൻ ഇടാനാ. കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഒന്നും കേൾക്കത്തില്ലടി ഇവിടെ. ഒന്നുകൂടെ പറഞ്ഞു. അതായത് ചിത്ര വീട്ടിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ പെട്ടെന്ന് വിളിച്ച് പുറത്തോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു, ഇവിടെ വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് എടപ്പള്ളിയുടെ ഹൃദയമിടിപ്പിനിടയിൽ കൊണ്ട് നിർത്തി എന്നാണ് ചിത്ര ഏറി പിടിച്ച് നിർത്തിയെന്നാണ് ചിത്ര നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ കേട്ടില്ല. വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ഇങ്ങോട്ട് തിരിച്ചു വെക്കൂ, അപ്പോൾ അവരങ്ങ് പൊക്കോളും. ഇങ്ങനെ വെച്ച് അങ്ങ് പോയാൽ മതി. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ല രസമുണ്ടല്ലേ? അല്ലെങ്കിൽ അവരൊക്കെ ഇതിനകത്ത് പെടത്തില്ലേ? കാറുകൾ പെടുന്ന പോലെയല്ല ആളുകൾ പെടുന്നത്. ഡാൻസ് കളിക്കാം നമുക്കിവിടെ കിടന്ന്. വേണ്ടേ? അവർ പോയി. ഇനി നമുക്ക് അവിടെ വരെ നടന്ന് സംസാരിക്കാവേ. അപ്പോൾ താൻ ഇവിടെ ഒന്ന് പുറയുന്ന ഷൂട്ട് ചെയ്യണം. ഏതാ ഞങ്ങളിങ്ങനെ നടന്ന് അതന്നെ നമ്മളിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഗ്രീഷ്മ കൊടുത്ത വിഷം എന്താണെന്ന് നിനക്കറിയോ? അതെനിക്കറിയില്ല. അറിയത്തില്ല? എനിക്കും അറിയത്തില്ല. വാർത്തക്കകത്തും കേട്ടാണ്. എന്തിനാ നിനക്ക് മേടിക്കാനാ? അല്ലല്ല, വെറുതെ അറിയാൻ വേണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി, അക്കാഡമിക് പർപ്പസ് എന്നൊക്കെ പറഞ്ഞു. എനിക്കോ? ഞാൻ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഇനി അഥവാ അങ്ങനെ കൊടുക്കേണ്ടി വന്നാലും
നമ്മളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ നമുക്ക് ഒരു തവണയെങ്കിലും ഒരാളെ കൊല്ലണം എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. നമുക്കൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞൊന്നിരിക്കില്ല. ഇപ്പൊ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ പണ്ടാറ് ഇയാളങ്ങ് കൊന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കൊന്നിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ. പക്ഷെ നമ്മളൊന്നും അത് ചെയ്യില്ല. ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരെന്താന്ന് വെച്ചാൽ അത് ചെയ്ത് അത് മറച്ച് അതുമേലിട്ട് മെഴുകി തേഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ മൂഞ്ചി ഇരിക്കും. ശരിയാവട്ടെ, എനിക്കും കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊന്നില്ല. നിനക്ക് കൊല്ലാൻ തോന്നിയപ്പോ നീയും കൊന്നില്ല അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ കൊല്ലാതിരിക്കുക. അല്ല, കൊല്ലാൻ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ കൊല്ലാൻ തോന്നുന്ന ആൾക്കാരില്ലേ അവരെ മെൻഷൻ ചെയ്യാം അല്ലേ? അപ്പൊ ഞങ്ങള് കൊന്നു വരാന്നാണോ? അങ്ങനെയല്ല, അവർക്ക് മനസ്സിലാവുമല്ലോ ഇവർക്ക് ഒരു. ശരിയാ, അങ്ങനെ മനസ്സിലാക്കിട്ട് എന്ത് ചെയ്യാൻ? അവര് രക്ഷപ്പെടത്തില്ലേ? അല്ല, അവർ കൊന്നില്ലല്ലോ, പിന്നെ രക്ഷപ്പെട്ടല്ലോ. ഓൾറെഡി ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ആരും കൊല്ലരുത്. പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് പോഡ്കാസ്റ്റിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഹിംസകളൊക്കെ അങ്ങനെയല്ല ഒഴിവാക്കണം. ഹിംസകളൊക്കെ നമ്മൾ ഒഴിവാക്കി എന്ത് ചെയ്യാ, നമ്മള് അഹിംസയുടെ മാർഗം സ്വീകരിച്ച് നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിന്റെ ലക്ഷ്യം തന്നെ സമൂഹ നന്മയാണ്. സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലുള്ള അനീതികളും പ്രശ്നങ്ങളും മറ്റ് ഇതൊക്കെ ഉള്ള കാര്യങ്ങളും അതും ഇതുമൊക്കെ അതെല്ലാം ഇങ്ങനെ ലൈഫിൽ മൂഞ്ചി കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വരാം, സ്വാഗതം. ഇവിടെ മൂഞ്ചി കുത്തിയിരിക്കുന്നവരാണ് ഇവിടെ വന്നേക്കുന്നതാണോ പറഞ്ഞു വരുന്നത്? എന്നാൽ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മൂഞ്ചി കുത്തിയിട്ടില്ല. ഇനി മൂഞ്ചി കുത്താനായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞവരെ മൂഞ്ചി കുത്തലിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നടന്നത് തന്നെ അല്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയാണ്. മനസ്സിലായി? ഈ വണ്ടികളിൽ പോകുന്ന എല്ലാവരുടെയും നന്മ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചവരുടെ നന്മ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയമൊക്കെ എടുക്കുന്നത്. മനസ്സിലായി? മരിച്ചുപോയ ഷാരോണിന് നന്മ, കൊന്ന ഗ്രീഷ്മയ്ക്ക് നന്മ. അയ്യോ അങ്ങനെ പറയരുത്. ഷാരോന്റെ കാര്യത്തിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പാവം ചെറുക്കൻ. അവൻ ശരിക്കും പറഞ്ഞാൽ അവനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു 3-4 മാസം അവൻ ചിലപ്പോൾ കിടന്ന് ഒരു കഷ്ടപ്പെടുമായിരിക്കും. അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി അവന് നല്ലൊരു ലൈഫ് കിട്ടിയേനെ. എന്നാ എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഈ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യനെ ഒഴിവാക്കാനും എളുപ്പമാണ്. അവന് കൊല്ലേണ്ട ആവശ്യമില്ല. എന്താ കാര്യം എന്നറിയോ? അവൻ ഇത്രയൊക്കെ ആയിട്ട് അവസാനം വരെ അവളെ സപ്പോർട്ട് ചെയ്താ നിന്നത് അല്ലേ? ആ ഒരു സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു കരുതൽ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരനല്ലേ? രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് അവക്ക് കിട്ടും എന്നുള്ളത് വിചാരിച്ച് വെച്ച ഒരു വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കൊന്നു കഴിഞ്ഞ് അവക്ക് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കറിയില്ല എത്ര പേര് അതിനകത്ത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നീ ചിലപ്പോ ഇത് പറയായിരിക്കും, പ്രാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതുണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ട്. ഇവന്മാർക്കൊന്നും വിശ്വാസമൊന്നുമില്ല. ആണെന്ന് ഭയങ്കര വിശ്വാസം. ഗോപൻ സ്വാമിയിൽ വിശ്വാസം ഉണ്ടോ? ആരാത്? നെയ്യാറ്റിങ്കര ഗോപൻ. ഏത് സമാധി? ഇല്ല. പിന്നെ എനിക്ക് ആകെ മറ്റേ ഇഷ്ടമുള്ളത് ആറാട്ടിലെ ഗോപനം, നെയ്യാറ്റിങ്കര ഗോപൻ. അവർക്ക് പക്ഷെ ഭയങ്കര വിശ്വാസമുണ്ട്. അവര് ശിവഭക്തരാണല്ലോ. ഏത് ഗോപൻ സ്വാമിയാണോ? എനിക്ക് ഗോപൻ സ്വാമിയുടെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നണത് അങ്ങേര് നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് എന്നെ സമാധിയാക്കി കഴിഞ്ഞാൽ. നമ്മളും ഒക്കെ പറയുമല്ലോ, എന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുഴിച്ചിടണമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയും. അതുപോലെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നണത് അങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് എനിക്ക് തോന്നണത്, എനിക്ക് എത്ര കറക്റ്റ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ തോന്നൽ വെച്ചെന്താന്ന് വെച്ചാൽ ഇവര് ഇത് വെച്ച് മാർക്കറ്റ് ചെയ്ത് ഒരു ആൾദൈവം എന്നല്ല, അങ്ങനത്തേക്കുള്ളൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു വിചാരത്തിലായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് എന്തായാലും, പക്ഷെ അതവിടെ വിശ്വസിച്ചേനെ, ആൾക്കാർ വിശ്വസിച്ച് അവിടെ വന്നേനെ. പക്ഷെ മറ്റേ ഇൻസുലിൻ കുത്തിവെച്ച കാര്യം, മരുന്ന് കഴിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോ അതങ്ങനെ തീർന്നു. മോഡേൺ അല്ലേ, ഇപ്പൊ മോഡേൺ യുഗമല്ലേ? അപ്പൊ മരുന്ന് കഴിച്ചെന്ന് പറയുന്നത് മോശം. എന്തെങ്കിലും
അതെ, ദൈവങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാണ്. മറ്റേ അല്ല, ദൈവങ്ങൾ മനുഷ്യന്മാരാണെന്നോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മുഴുവിപ്പിക്കട്ടെ. ഞാൻ ഇത് ആറാട്ടനെ പോലെ ഉണ്ടല്ലോ, നമ്മളാരും ഒന്നും പറയുന്നില്ല, പുള്ളി ഒന്ന് പറയും. നിങ്ങളുണ്ടായി ഇപ്പൊ എന്താ പറഞ്ഞ? ഞാനിപ്പോ എന്താ പറഞ്ഞ? മരുന്ന് കഴിച്ചിട്ടുള്ള കാര്യം. മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോ കുറച്ച് ക്രെഡിബിലിറ്റി പോയി. അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ വന്ന് അവിടെ തൊഴുതിട്ടൊക്കെ പോയി. കുറച്ചെങ്കിലും ബുദ്ധി ഇല്ലാത്തവര് വന്നേനെന്ന്. ഇനി വരാൻ പോകുന്ന ഒട്ടും ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരിക്കും എന്നാണോ ചിത്രയുടെ അഭിപ്രായം? അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ എന്റെ അസുഖം മാറ്റണേ, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ട് അപ്പൊ അത് മാറ്റണേ എന്നൊക്കെ പറഞ്ഞ് തൊഴാൻ വരുന്ന ചില മണ്ടൂസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണ്ട അങ്ങനെയുള്ള ആൾക്കാർ വന്നേനെ. പക്ഷെ ഇങ്ങനെ ഇൻസുലിൻ കുത്തിവെച്ച്, മരുന്ന് കഴിച്ച്, കഞ്ഞി കുടിച്ച്, അതൊക്കെ പോയി. ഞാൻ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പോസിറ്റീവ് ഒരു വൈബ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരും. ഇന്ന കാര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്നത് നടക്കണം എന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെയോ അതൊക്കെ നടത്തി തരാറുണ്ട്. അത് ഞാൻ എന്തൊക്കെയോ ഒരു പവർ മേളിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്ര ഉള്ള നീ ഒന്നും പറയണ്ട. സൂര്യന്റെ പവർ അല്ലടാ, ഇത് മേളിന്ന പവർ. മോളിന്ന് പ്രഷർ ഉണ്ടായെന്ന് പറയത്തില്ലേ പോലീസുകാര്? അതിതാ. എനിക്കിത് ദഹിക്കൂല. എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ഇവനോട് ഒട്ടും യോജിക്കാൻ പറ്റൂല. നീ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ വായിട്ടലച്ചാന്ന് ഓർക്കൂല. ഞാൻ ഇവിടെ നിന്ന് തള്ളിയിടും. ഞാൻ അതുകൊള്ള ഞാൻ ഓർത്ത് എടുത്ത് ചാടുവന്നായിരിക്കും. ഇത്ര ഒന്നും വായിട്ടലച്ചാന്ന് ഓർക്കത്തില്ല. അറിയാൻ പാടില്ല. എടഞ്ഞ ചെറ്റാണ് ഞാൻ, ചെറ്റ. പക്ഷെ ഇത്ര നേരം ഞാൻ ഗ്രീഷ്മനെ കുറെ പറഞ്ഞു. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ചെയ്യില്ല. തോന്നുകയാണല്ലോ. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും കൊല്ലണം തോന്നണെങ്കിൽ മെൻഷൻ ചെയ്യാൻ. ഞാൻ ഇവനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം. രക്ഷപ്പെട്ടെന്ന് നേരത്തെ ഒരു ഇത് പറഞ്ഞു വെച്ചോണ്ട് പിള്ളേച്ചൻ കള്ള പറഞ്ഞു. ഇല്ല, ശരിയാ കേട്ടോ. സംശയിച്ചാൻ ഇതിന്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് എറിയുമെന്ന്. അത് തന്നെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് പറയാൻ വേണ്ടി പറഞ്ഞു വെച്ചതാണ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ വീണ്ടും ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഈ ഗ്രീഷ്മ എവിടെ നിന്നായിരിക്കും ഈ വിഷമൊക്കെ മേടിക്കുക? അതിനൊരു പണിയെടുക്കണ്ടേ? ചുമ്മാ അങ്ങനെ വിഷം ചെന്ന് എവിടെയെങ്കിലും എടുത്ത്. അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ഇതിനു വേണ്ടി ഹോംവർക്ക് ചെയ്യും. ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം, അവിഹിതം ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഇങ്ങനത്തെയൊക്കെ മൈൻഡുള്ള ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ വിചാരിക്കണത് നമ്മൾ ആർക്കും പിടിക്കാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര അടിപൊളിയാ, ആര് വിചാരിച്ചാലും ഇതൊന്നും നമ്മുടെ കള്ളത്തരമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മണ്ടത്തരങ്ങളൊക്കെ അതിനകത്ത് കാണിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അത് വെച്ചായിരിക്കും പിന്നീട് അങ്ങ് പിടിക്കുന്നത്. അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഗ്രീഷ്മ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഷാരോണിനെ കൊന്നാലും ആരും അറിയാൻ പോണില്ല, നല്ലൊരു ജീവിതം എനിക്ക് കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും മറക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കണം. അതാണ് ആ കൊച്ചിനെ മണ്ടത്തരം. അതിന് മാനസിക പ്രശ്നം തന്നെയാ. അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കൊച്ചിന് അത് ചിലപ്പോ ഈ ദൃശ്യം പോലത്തെ സിനിമയൊക്കെ, ദൃശ്യം പോലത്തെ നല്ല രീതിയിൽ ചിലപ്പോ ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ വരുമ്പോ അത് ഇങ്ങനെ ചെയ്താ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ ചിന്തിക്കാനായിട്ട് ഒട്ടും ബുദ്ധിയും ബോധം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ദൃശ്യം പോലത്തെ സിനിമയൊക്കെ ആ കുട്ടിക്ക് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടോ? നെഞ്ചത്തോട്ട് പോകും. നീ മോഹൻലാലിന്റെ അടുത്തേക്കാ പോണത്, എനിക്ക് മനസ്സിലായി. നീ അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ആ സിനിമയെ കണ്ടിട്ടുണ്ട്, സിനിമയാണ് വൻ ഹിറ്റും. അപ്പോൾ അത് വിചാരിച്ച് കാണും എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ ഒരു പ്ലാനാണ് അവളുടെ പ്ലാനും. കാരണം ആ സിനിമയ്ക്കകത്ത പ്ലാനും പരിപാടിയൊക്കെ വളരെ മോശമാണ്. അത് ആ കേസ് അന്വേഷിക്കുന്ന രീതി ഒന്ന് ഇച്ചിരി മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കേസായിരിക്കും. അവർ കഥ പറഞ്ഞ് പറ്റിച്ചതല്ലേ, അതൊക്കെ കണ്ട് പറ്റിക്കപ്പെട്ട പെൺകുട്ടിയായിരിക്കാം ഗ്രീഷ്മ. നമുക്കിങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സീനോടുകൂടി നമുക്ക് പരിപാടി നിർത്താം. അപ്പോൾ നമ്മുടെ ഇവിടെ ഷാരോൺ നിൽപ്പുണ്ട്. കട്ട് ചെയ്യണ്ട വേണ്ട ക്യാമറമാനെ നമ്മൾ കാണിക്കാറില്ല, അറിയത്തില്ലേ? അല്ല പിന്നെ ഈ പറഞ്ഞ സിനിമയിലൊക്കെ നീ ക്യാമറമാന്മാരെ കാണാറുണ്ടോ? വേറൊരു ഐഡിയ ഉണ്ട്.
ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പകുതി ഇറങ്ങും, അത് കഴിയുമ്പോൾ ക്യാമറമാൻ മുന്നിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ എടുക്കും. ഭയങ്കര ഷോട്ട്, അന്യായ ഷോട്ട് കേട്ടോ. സാർ പൊളിച്ചേക്കണം. ഇങ്ങനെയാണ് ഞാൻ സ്റ്റെയർ മമ്മൂട്ടി ഇറങ്ങുന്ന പോലെ. കയ്യിലൊരു മൊബൈൽ ഉള്ളതുകൊണ്ട് അല്ല, രണ്ട് കൈയും പുറകെ പിടിച്ചിട്ട് ഞാൻ ഇറങ്ങിയേനെ. ഇനി ഇവിടെ നിൽക്കൂ, ഇവിടെ നിൽക്കൂ, ഇനി ഇടയ്ക്കൂടെ പോകൂ, ക്യാമറമാൻ പോകൂ. ക്യാമറമാൻ താഴെ എത്തിക്കഴിയുമ്പോൾ ഞാൻ വേറെ സാധനം കാണിച്ചു തരാമേ. അല്ല, ഞാൻ ഇറങ്ങുന്ന രജനീകാന്ത് ഇറങ്ങുന്ന പോലെ ഇറങ്ങി കാണിക്കാം. രജനീകാന്ത് എങ്ങനെ ഇറങ്ങുന്ന അറിയത്തില്ലേ? കാണിച്ചു തരാം. ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ 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 ഇറങ്ങും. അങ്ങനെ അത് രജനീകാന്ത് അങ്ങനെ ഇറങ്ങാൻ പഠിപ്പിച്ചിട്ട് ഇവിടെ എത്ര പേര് ഇറങ്ങിയെന്നറിയാം. ഇങ്ങനെ മോഹൻലാൽ ഇറങ്ങി, മമ്മൂട്ടി ഇറങ്ങി, ആരാണ്ടൊക്കെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങണമെന്നുണ്ട് ഇതുവഴി അങ്ങനെ ഇറങ്ങില്ലേ? അങ്ങനെ ഇറങ്ങിയാൽ പറ്റത്തില്ല. അതല്ല അതിൻ്റെ രീതി. തല നേരെ വെക്കണം. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇനി അങ്ങനെ കാണരുത്, അതാ സ്റ്റൈല്. സ്റ്റെപ്പ് കാണാതെ നമ്മൾ ഭയങ്കര ഇറങ്ങി പോകുമ്പോഴേ സ്റ്റൈലുള്ളൂ. സിനിമയിൽ അങ്ങനെ രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. വേണ്ട 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 വേണ്ട. അപ്പൊ ശരി എന്നല്ല, വീണ്ടും സന്ദീപം വരെ. ബൈ. ഞങ്ങൾ പോകുന്നു. വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഷാരോൺ ആ മരത്തിന്റെ പുറകെ കൂടെ ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ ആടുന്നതിന്റെ അതിൽ എടുക്കുന്ന ഷോട്ടില്ലേ, അത് ഭയങ്കര രസമായിരിക്കും. ഇതിനിടയിൽ കൂടെ കറങ്ങി ക്യാമറയുമായി ആ സാധനം വേണം. എന്നാ വേണ്ടല്ലേ, പോയേക്കാം. എന്നാ വീണ്ടും സന്ദീപം വരെ. അതെ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണ വീഡിയോ എടുത്തു തരും. എടാ, അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ വേണമെന്ന്. അതെനിക്ക് സെപ്പറേറ്റ്.